എല്ലാ ഇലക്ട്രോണിക്സ് ഹോബിസ്റ്റുകൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓർഡിനോ പ്രോഗ്രാമിംഗ് ആണ്. ഓർഡിനോ മൈക്രോ കൺട്രോളർ, ഓർഡിനോ ബോർഡുകൾ നമ്മൾ സാധാരണ പ്രോഗ്രാം ചെയ്യുന്ന ഓർഡിനോ ഐഡി വെച്ചാണ്. പക്ഷേ വേറെയും കുറേ ഗ്രാഫിക്കൽ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് ഓർഡിനോ ഐഡിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഓർഡിനോ ഐഡി അല്ലാതെ ഓർഡിനോ ബോർഡിലേക്ക് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. കൂടുതൽ ഏറെ ആളുകളും തുടക്കക്കാർ, ബിഗിനേഴ്സ്, സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നത് ഓർഡിനോ ഐഡി ആയിരിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന ഈ സാധനം ഓർഡിനോ ഐഡി. ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഓർഡിനോ ഐഡി അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് വേറൊരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ പേരാണ് FL പ്രോഗ്. നിരവധി സോഫ്റ്റ്വെയറുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനത്തെ മൈക്രോ കൺട്രോൾ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന, അത് എക്സ്പേർട്ടിനായാലും ബിഗിനേഴ്സിനായാലും ഒക്കെ ഒരുപാട് സോഫ്റ്റ്വെയർ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മളെ ആ ഒരു ചെറിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പറയാം. ഒരു സിമ്പിൾ പ്രൊജക്റ്റ്. സാധാരണ ഓർഡിനൽ എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, അല്ല ഒരു പ്രൊജക്റ്റാണ് LED ബ്രിക്കിംഗ്. അതാണ് ഞാനിവിടെ ചെയ്തു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സോഫ്റ്റ്വെയർ FL പ്രോഗ് ആണ് കേട്ടോ. ഇതാണ് FL പ്രോഗ്. നമ്മൾ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് FBD, ലാഡർ എന്നിങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. FBD ഫംഗ്ഷൻ ബ്ലോക്ക് ഡയഗ്രാണ്, ലാഡർ ലോജിക്കൽ. അത് നമുക്ക് PLC അറിയുന്ന ആളുകൾക്ക്, PLC പ്രോഗ്രാമിംഗ് അറിയുന്ന, ഓട്ടോമേഷൻ അറിയുന്ന ആളുകൾക്ക് ലാഡർ എന്താണെന്നും FBD എന്താണെന്നും STL എന്താണെന്നൊക്കെ അറിയാം. ഇവിടെ ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ഒരുപാട് സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. സീമെൻസിൻ്റെ നമ്മളിവിടെ TIA പോർട്ടലുണ്ട്. ഇതൊന്നല്ല നമ്മൾ ചെയ്യുന്നത്, അതൊക്കെ വലിയ ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യാം. നമ്മളിവിടെ സിമ്പിളായിട്ട് ഹോം അപ്ലയൻസ് ഒക്കെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ചെറിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് FL പ്രോഗ്. ഇതൊരു റഷ്യൻ സോഫ്റ്റ്വെയർ ആണ്. ഇത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് FL പ്രോഗ് ഡൗൺലോഡ് ചെയ്യുക. അറിയൂ, റഷ്യൻ പ്രോഗ്രാം ആയതുകൊണ്ടാണ് അറിയൂ വരുന്നത്. ഇതിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജസും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, നമ്മളെ FL പ്രോഗ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേർഷൻ 7.52 ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് 10 ഒക്കെ എത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് പ്രോഗ്. അപ്പോൾ നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് ഫയലിൽ പോയിട്ട് ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. അതിന് FBD സെലക്ട് ചെയ്ത് ലാഡർ സെലക്ട് ചെയ്യുക. ഞാൻ FBD എടുക്കുന്നത്. എനിക്കൊന്നും കൂടി ഈസി ആയിട്ട് തോന്നുന്ന FBD ആണ്. ഓക്കെ, ചില പ്രോഗ്രാമുകൾ ഇപ്പോൾ PLC ബേസ്ഡ് പ്രോഗ്രാം ലാഡർ ആയിരിക്കും ചിലപ്പോൾ എളുപ്പം. കാരണം അത് അവരുടെ ഡിസൈൻ, ഇവർ ഡിസൈൻ ചെയ്തിട്ട് ലാഡർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ രീതിയിലല്ല അത് കാണുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഈ ഔട്ട് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ഇതും നമുക്ക് ഇതിനകത്തേക്കും ഇന്ന് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് അർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഈ FL പ്രോഗ്രാമിനകത്തുള്ള ലാഡർ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാനിവിടെ അർഡിനോ യൂനോ സെലക്ട് ചെയ്യുന്നു. ഇതാണ് അർഡിനോ ബോർഡ്. ഇതറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അർഡിനോ Atmega 328 എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളറാണ്. ഇതിനകത്ത് ഇത് ലിമിറ്റഡ് വേർഷനാണ്, മെമ്മറിയൊക്കെ കുറവാണ്. ഓക്കെ, നമുക്കിത് തുടക്കക്കാർക്ക് ഇത് മതി. ഒരു ജസ്റ്റ് പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ ഇത് തന്നെ ധാരാളം. ഓക്കെ, ഓക്കെ അടിച്ചു. ഇതാണ് ഓപ്പണായി വരുന്നത്. രണ്ട് സൈഡിൽ രണ്ട് സ്ക്രീൻ ഉണ്ടാവും. ഇതൊക്കെ ഒരു PLC പ്രോഗ്രാമിങ്ങിന്റെ ഒരു കോപ്പിയടിയാണെന്ന് പറയാം. അതിലെങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇത്. ഈ പ്രോഗ്രാം ചെയ്ത ആൾക്കാർ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത്.
അത്യാവശ്യം അവർക്ക് PLC ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല അറിവുള്ള ആൾക്കാരാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഡെവലപ്പ് ചെയ്തത്. എന്തായാലും ഒരു സൈഡിൽ മൈക്രോ കൺട്രോളിന്റെ ഡീറ്റെയിൽസും മറ്റേ സൈഡിൽ അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട നമുക്ക് ബ്ലോക്കുകളാണ്. അപ്പോൾ ഇവിടെ കൺട്രോളർ ഓർഡിനോ യൂനോ ഇവിടെ കാണാം. ഇതിനകത്തേക്ക് ടാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടാഗ്സിലാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് വേരിയബിളൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഇൻപുട്ട് ആദ്യം ആഡ് ചെയ്യാം. ഇൻപുട്ടിന്റെ പേര് ഓൺ സ്വിച്ച് എന്ന് കൊടുക്കും. ടൈപ്പ് ഡിജിറ്റൽ. ഓക്കെ, അപ്പോൾ ഇതിന് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ടോ? ഈ കാണുന്നതൊക്കെയാണ് അർഡിനോന്റെ കോണ്ടാക്ട് പിന്നുകൾ. ഇൻപുട്ട് കാണുന്നത്, ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. പക്ഷേ അനലോഗ് ഉണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് പിൻ നമ്പർ 2 ആണ് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ടിക്ക് ചെയ്ത് വെച്ചേക്കുക. പുള്ളപ്പ് രജിസ്റ്റർ നമ്മൾ ഹാർഡ്വെയർ രജിസ്റ്റർ യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് അർഡിനോ എന്നല്ലേ നോക്കിയത്. അത് ഓക്കെ അടിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഔട്ട്പുട്ട് LED കൊടുക്കും ഡിജിറ്റൽ. ഇത് നമ്മൾ പിൻ നമ്പർ 8 കൊടുക്കാം. ഏതിലും 3, 4, 5 ഒക്കെ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ 8 എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഇൻപുട്സ് ഒന്നും വരുന്നില്ല. ഇത് ഈ പ്രോഗ്രാമിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. കാരണം ജസ്റ്റ് നമ്മൾ വേറൊരു പ്രോഗ്രാമിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഇവിടെ കാണാം. ഓൺ സ്വിച്ച് LED സ്വിച്ച് ഉണ്ട്. ഈ മഞ്ഞ മാർക്ക് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഞാനിത് ഓൺ സ്വിച്ച് ഇങ്ങോട്ട് വലിച്ചിട്ട് LED ഇങ്ങോട്ട് വലിച്ചിട്ട് ഓക്കെ, ഇപ്പോൾ ഒരു സൈഡിൽ ഓൺ സ്വിച്ചും മറ്റേ സൈഡിൽ LED. ഇത് രണ്ടും നമ്മൾ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് FBD ആയാലും ലാഡർ ആയാലും നമ്മൾ ഈ C++, പ്രോഗ്രാമിങ്ങും അല്ലെങ്കിൽ പൈത്തോണൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയില്ല, സ്കില്ല് വേണം. അതായത് C ഒക്കെ അത്രയും നന്നായിട്ട് പഠിച്ച് നമുക്ക് അതിന് ലോജിക്ക് ഇത് കൊണ്ടുവന്നിട്ട് അത് ടൈപ്പ് ചെയ്ത് ചിലപ്പം അത് ബഗ്സ് കുറേ ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വേറൊരു വശം C++ൻ്റെയും C പ്രോഗ്രാമിങ്ങിൻ്റെ ഒക്കെ. ഓക്കെ, എക്സ്പെർട്ട് ആൾക്കാർക്ക് അല്ലെ പ്രൊഫഷണൽ ആൾക്കാർക്ക് വളരെ ഈസി ആയിരിക്കും. നമുക്ക് ഇതാ ചെയ്യാം. ഓക്കെ, ഞാനിത് ഓൺ സ്വിച്ച് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? നമ്മളിവിടെ LED ബ്ലിങ്കിങ് ആണ് അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ബ്ലിങ്ക് ചെയ്യാനുള്ള ഒരു ബ്ലോക്ക് വേണം. നമ്മൾ ഓർഡിനോ ഐഡിയയിൽ ഡിലേ ആണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഇവിടെ നമ്മൾ ഒരു റെഡിമെയ്ഡ് ബ്ലോക്ക് ഉണ്ട്. അത് നമ്മൾ ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഈ ടൈമർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോൾഡറിനകത്ത് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലിങ്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ എനേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്തു. LED ഇങ്ങോട്ട് ഔട്ട്പുട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ഓൺ സ്വിച്ച് ഒരു ഹാർഡ്വെയർ സ്വിച്ച് ഇൻപുട്ടിന് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ട് കൊടുക്കണം, സെലക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, ഇനി ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ടൈമിംഗ് സെലക്ട് ചെയ്യണം. അപ്പോൾ സിമെട്രിക്കലും അസിമെട്രിക്കലും ഇങ്ങനെ രണ്ട് മൾട്ടി വൈബ്രേറ്റർ ഉണ്ട്. മൾട്ടി വൈബ്രേറ്റർ ഇലക്ട്രോണിക്സ് പഠിച്ച ആൾക്കാരൊക്കെ മൾട്ടി വൈബ്രേറ്റർ എന്താണ് ഈസി ആയിട്ട് അറിയാം. നമ്മൾ 555 IC വെച്ചിട്ടൊക്കെ മൾട്ടി വൈബ്രേറ്റർ ഉണ്ടാക്കുന്നുണ്ടല്ലോ സംഭവം ഇതിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ അസിമെട്രിക് കൊടുത്തു. ഇനി ഇവിടെ ടൈം സെറ്റ് ചെയ്യാം. മില്ലി സെക്കൻഡ് 500 വെക്കാം. ഇവിടെ 500 വെക്കാം. 500 മില്ലി സെക്കൻഡ്. ഓക്കെ, ഇതാണ്. ഇപ്പോൾ ഗ്രീൻ മാർക്ക് വന്നു. ഈ പ്രൊജക്റ്റ് ഓക്കെയാണ്. വേണമെങ്കിൽ ഇവിടെ നമ്മൾ ഈ ചെക്ക് പ്രൊജക്റ്റ് എന്നുള്ള ഇതിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് കറക്റ്റാണ്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അല്ല പ്രൊജക്ടർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, ഇത്ര ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഹാർഡ്വെയർ ഇല്ലെങ്കിലും പേടിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈൻ സിമുലേറ്ററിൽ പോവുക. ഈ ഓൺലൈൻ സിമുലേറ്റർ വോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന വോക്ക് ആണ് കുറച്ചും കൂടി നല്ല ഇതാണ്. ഇതിനകത്ത് നമുക്ക് ഓർഡിനോ ബോർഡ് ഉണ്ട്, ESP32 ഉണ്ട്, കുറേ ബോർഡുകളുണ്ട്. ഞാൻ ഇവിടെ ഓർഡിനോ ബോർഡാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ പ്രൊജക്റ്റിൽ ഓർഡിനോ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡിനോ യൂസ് ചെയ്തത്. അപ്പോൾ ഓർഡിനോ ബോർഡ് വന്നു. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണം? ഒരു LED വേണം. LED വേണം.
പിന്നെ LED ഒരു റെസിസ്റ്റർ വേണം, കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. ഓക്കെ. ഇനി ഒരു പുഷ് ബട്ടൺ സ്വിച്ച് വേണം. ഓക്കെ. പുഷ് ബട്ടൺ ആഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ പുഷ് ബട്ടൺ ഏതിലേക്ക് നേരത്തെ കൊടുത്തത്, സ്വിച്ച് കൊടുത്തത് ഓൺ സ്വിച്ച്. അത് നമ്മളെ പ്രൊജക്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഡിജിറ്റൽ പിന്നെ 2. ഓക്കെ. അപ്പോൾ 2ലേക്ക് ഈ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തു. LED നമ്മൾ നേരത്തെ 8-ലായിരുന്നു കൊടുത്തത് ഔട്ട്പുട്ട്. ഓക്കെ. 8 കൊടുക്കാം. 8 കൊടുത്തു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്രൗണ്ട് നമുക്ക് എടുത്തിട്ട് ഓർഡിനോൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക. യൂനോൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ ഹാർഡ്വെയർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ കോഡ് പേസ്റ്റ് ചെയ്യണം. കോഡ് നമ്മൾ എവിടെ പോയിട്ട് എടുക്കണം? FL പ്രോഗ്രാമിന് ഈ കാണുന്ന ഓർഡിനോൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് ആണ് കൊടുക്കുക. കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഈ കാണുന്നതിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഓക്കെ. ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് സാധാരണ ആർഡിനോ IDEയിൽ ആ കാണുന്ന സംഭവം തന്നെയാണ്. പക്ഷെ അതിൽ ഇത്ര ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാവില്ല. കാരണം അതിന് കുറച്ച് കാര്യങ്ങൾ മതി ഡിലേ വെച്ചിട്ട് നമുക്ക് ബ്ലിങ്ക് ചെയ്യിക്കാം. പക്ഷെ ഇത് ഇവരെ ഡെവലപ്പറെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ലൈബ്രറികളൊക്കെ ആഡ് ആയതുകൊണ്ടാണ് ഇത്രയും വന്നിട്ടുള്ളത്. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഇത് റൺ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യാം. ഓക്കെ. അപ്പോൾ സിമുലേറ്റർ ഓൺ ആയി കഴിഞ്ഞ് ഇനി നമ്മൾ ഈ പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യണം LED. ഉണ്ടോ? 500 മില്ലി സെക്കൻഡാണ് നമ്മൾ കൊടുത്തത്. അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ പ്രൊജക്റ്റ്. ഇനി നമുക്ക് തിരിച്ച് ഇതിലേക്ക് പോയിട്ട് നമ്മളടുത്ത് ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ, ഓർഡിനോ ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഈ കാണുന്ന ആരോ മാർക്കിൽ ഡയറക്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ പോയിട്ട് ഈ കാണുന്ന ആർഡിനോൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇത് ഓപ്പൺ ആവും IDയിലേക്ക്. കുറച്ച് സ്ലോ ആണ്. ഓക്കെ. ഇത് നമുക്കിനി ആവശ്യമില്ല, ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് റീഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. കാരണം ഇതിൽ നമ്മളൊരു സാധാരണ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന കോഡിനേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ്, അത് മനസ്സിലാകാൻ പ്രയാസമാണ്. ജനറേറ്ററിൻ്റെ ഒക്കെ ആ പൾസ് ജനറേറ്ററിൻ്റെ ഒക്കെ ഇത് ഓട്ടോമാറ്റിക് നിന്ന് എങ്ങനെയാണ് വന്നത്, അണ്ടർസ്കോർ ജന, ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. ഇവിടുന്ന് നേരെ അപ്ലോഡ് ചെയ്താലും ഒർഡിനോയിൽ എത്തും. നേരെ പോയിട്ട് ഒർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യാം, യൂനോയിലേക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സിമ്പിൾ പ്രൊജക്റ്റാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ബ്ലോക്കുകളുണ്ട് ഈ സൈഡിലൊക്കെ. വളരെ ഫലപ്രദമായ ഒട്ടനവധി ബ്ലോക്കുകൾ നമുക്ക് LCD ആഡ് ചെയ്യാം, EEPROM ആഡ് ചെയ്യാം, അനലോഗ് ഇൻപുട്സ് ആഡ് ചെയ്യാം. ഈ ഒരു ഇത് ഒരു PLC അറിയാത്ത ആളുകൾക്ക് കൂടി ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ, ഈ ഒരു സോഫ്റ്റ്വെയർ കൂടെ, ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ PLC FBD കിട്ടിക്കഴിഞ്ഞാലും ലാഡർ കിട്ടിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാം. കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്തു വരാം. ഓക്കെ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ